ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നസറായനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ, അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരോട് കൂടെ നിന്നിരുന്നു. കർത്താവായ യേശുക്രിസ്തു യെരുശലേമിന് വെളിയിൽ ഗതശമന തോട്ടത്തിലായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ശിഷ്യന്മാരും അവനോടൊപ്പം മേശയ്ക്കരികിലുണ്ടായിരുന്നു. പന്തിരുവരുടെ കൂട്ടത്തിലുള്ള ഇസ്കുരിയത്ത യൂദയായിരുന്നു ആ ശിഷ്യൻ. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടിപ്പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് യേശു അവരോട് ചോദിച്ചു. നസറായനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ, അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. യഹൂദന്മാർ ഈ വാക്ക് ഉപയോഗിക്കാറില്ല. അത് ദൈവത്തിൻ്റെ നാമത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. യേശുക്രിസ്തു തന്നെ വെളിപ്പെടുത്താൻ ഉപയോഗിച്ച ഈ വാക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഞാനാകുന്നു. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ യഹോവയായ ദൈവം മോശയെ അയച്ചപ്പോൾ മോശയോട് സംസാരിച്ച വാക്കാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന പദം. അതായത് സർവശക്തനായ ദൈവം സ്വയം തന്നെ വെളിപ്പെടുത്താൻ ഉപയോഗിച്ച വാക്കാണ്. കർത്താവ് ഇതേ വാക്ക് ഉപയോഗിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട അവൻ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമാണെന്നാണ്. അവൻ രക്ഷിതാവായ ദൈവമാണ്. അവൻ സമ്പൂർണ്ണ മാനവരാശിയെ പാപത്തിൽ നിന്നും രക്ഷിപ്പാൻ മനുഷ്യാവതാരം ചെയ്തു. ക്രൂശിൽ യാഗമായി 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു. അവനിൽ വിശ്വസിപ്പാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ.